നമ്മൾ കുറേ ഹാർഡ് ന്യൂസായി. അതെ, രാവിലെ മുതൽ ഇങ്ങോട്ട് ക്രിസ്മസ് ദിനമാണ്. ക്രിസ്മസാണ്, ശബരിമലയിൽ തങ്കയങ്കി ഘോഷയാത്ര എത്തുന്ന ദിവസമാണ്. പിന്നെ പൊളിറ്റിക്കലി രാഷ്ട്രീയ വാർത്തകളുടെ ഒരു പ്രവാഹമായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ. പക്ഷെ നമുക്കിനി ഒരു സോഫ്റ്റ് സ്റ്റോറി, നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന, മനസ്സിന് സുഖം തരുന്ന പൂക്കളുടെ ഒരു വാർത്ത. പൂക്കളുടെ വർണ്ണവസന്തം ചമച്ച് കൊച്ചിൻ പുഷ്പമേള. ജില്ലാ അഗ്രി ഫോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും GCDAയും ചേർന്നാണ് 56,000 ചതുരശ്ര അടിയിൽ പൂച്ചെടികളുടെ വൻ ശേഖരം ഒരുക്കിയിട്ടുള്ളത്. മേള ജനുവരി 1 വരെ നീണ്ടു നിൽക്കും. കൊച്ചിക്ക് ഇത് പുഷ്പമേളയുടെ ദിനങ്ങൾ. കാണികൾക്കായി വർണ്ണവസന്തം ഒരുക്കുകയാണ് 41ാമത് കൊച്ചിൻ ഫ്ലവർ ഷോ. നിലം തൊട്ട് നിൽക്കുന്ന ഇലകളുള്ള തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന ബോസ്റ്റൺ ഫേൺ, 37,850 പച്ചമുളകിൽ തീർത്ത മയിലിന്റെ രൂപം എന്നിവയാണ് ഇത്തവണത്തെ ആകർഷണം. തുടക്കം മുതൽ തന്നെ നമുക്ക് അത്ഭുതങ്ങളാണ്. ഓരോരുത്തർക്കും പുതിയ വിരുന്നുകളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ആദ്യം ഷോ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ബോൺസായുടെ ഒരു പ്രത്യേക ശേഖരങ്ങളാണ്. അത് പല രീതിയിലും കരിങ്കല്ലിൻ്റെ പല ആകൃതിയിലും അതിനോട് ചേർത്ത് വളർത്തിയെടുത്ത് അതൊരു ബിസിനസ്മാൻ, തൃശ്ശൂരുള്ള ഒരു ബിസിനസ്മാൻ്റെ അദ്ദേഹത്തിൻ്റെ ഹോബിയാണ്. അതിനുശേഷം ഗ്ലാസ് ടെറേറിയം വരുന്നുണ്ട്, ദെൻ പോയിന്റ് സിറ്റിയുടെ ഒരു കളക്ഷൻസ് വരുന്നുണ്ട്. അയ്യായിരത്തിലധികം ഓർക്കിഡുകൾ, ആന്തൂറിയം, റോസ്, ബോൺസായി, സക്കുലൻ ചെടികൾ എന്നുവേണ്ട പൂച്ചെടികളുടെ ഒരു വൻ ശേഖരം തന്നെ കണ്ണിന് വിരുന്നായി ഇവിടെയുണ്ട്. ഇന്ത്യയിൽ ഇന്ന് 55,000 സ്ക്വയർ ഫീറ്റിൽ ഡിസ്പ്ലേ അറേഞ്ച്മെൻറ്റുകൾ മാത്രമായിട്ട് ഒരു ഷോ ആരും ചെയ്തിട്ടില്ല. ഇത് വളരെ ഓരോ ഏരിയ നിങ്ങൾ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ കണ്ടു കഴിയുന്നവർക്ക് അറിയാൻ പറ്റും. ഓരോ ഇഞ്ച് സ്ഥലവും ആർക്കിടെക്ചറെ കൊണ്ട് വളരെ ട്രെയിൻഡ് ആക്കുന്നത് കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് സ്പെസിഫൈ ചെയ്ത് ഐഡൻറ്റികളായി തിരിച്ച് അതിൻ്റെ ഉള്ളിൽ ഓരോ തീമനുസരിച്ച് ചെടികൾ വെച്ചിട്ടുള്ളതാണ്. പലതും ആളുകളുടെ, നമ്മുടെ കലാകാരന്മാരുടെ, ഹോർട്ടിക്കൾച്ചറേഴ്സിൻ്റെ അവരുടെ കലാവിരുതുകളൊക്കെ കാണാം. ഇപ്പോൾ എൻ്റെ ചുറ്റ് 2 സൈഡിലുള്ള ഇത് കൂണ് മഷ്റൂം, ഇത് ഹോർട്ടിക്കൾച്ചറിസ്റ്റിനെ കൊണ്ട് ചെയ്യിച്ചെടുപ്പിച്ചതാണ്. പിന്നെ നമ്മുടെ അടുത്ത് പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലുതാണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു 55,000 സ്ക്വയർ ഫീറ്റിൽ കാർപ്പറ്റ് ഡിസ്പ്ലേ അറേഞ്ച്മെൻറ്റ് ആദ്യമായിട്ടാണ്. അത് എറണാകുളം ഡിസ്ട്രിക്ട് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും GCDAയും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഷോയാണ്. മുൻവർഷത്തേക്കാൾ വിപുലമായാണ് ഇത്തവണ ഫ്ലവർ ഷോ ഒരുക്കിയിട്ടുള്ളത്. പുതുവത്സരം വരെ നീളുന്ന മേളയോടനുബന്ധിച്ച് മറ്റനേകം സ്റ്റാളുകളും പ്രവർത്തിക്കുന്നുണ്ട്. ജനം, കൊച്ചി. എന്തായാലും ഈ പുഷ്പവസന്തം പുതുവത്സരം വരെ നീണ്ടു നിൽക്കും എന്നാണ് ഈ സീസൺ. അതായത് കുട്ടികൾക്ക് സ്കൂൾ അടയ്ക്കുമ്പോൾ, അവധിക്കാലത്ത്, അല്ലാത്ത ആഘോഷക്കാലത്തൊക്കെ ഇങ്ങനെ പുഷ്പമേളകൾ, അതായത് ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു രാവിലെ ഒന്ന് നടന്നു പോയി കണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, സുഖം, അത് ഒരിക്കലാണ് ഇത്തരം പുഷ്പമേളകളുടെ പിന്നിലുള്ളത്. കൃഷ്ണാജി, ഡിസംബർ മാസം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സന്തോഷങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒക്കെ ഒരു മാസം കൂടിയാണ്. ഡിസംബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മണ്ഡലകാലമാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ക്രിസ്മസ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് പുതുവത്സരം, അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് നമ്മളൊക്കെ, അതായത് ഇനി ഞാനൊരു പുതിയ മനുഷ്യനാണ് എന്ന് തീരുമാനിക്കുകയും അത് 1-2 ദിവസത്തിനുള്ളിൽ പൊളിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. ഏതായാലും വരാനിരിക്കുന്നു, ഇന്ന് ക്രിസ്മസ് കഴിഞ്ഞാൽ വരാനിരിക്കുന്നത് ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാവർക്കും ആഘോഷത്തിൻ്റെ സമയമാണിത്, കാലമാണിത്, കുട്ടികൾക്ക് അവധിയുടേതും.